ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെൻ്റെ നെക്സ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഊബറൊക്കെ ബുക്ക് ചെയ്ത് സിറ്റിയിലോട്ട് പോവാം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വിചാരിച്ചു. കാര്യം അല്ലാത്ത വട്ടക്കടയിലൊക്കെ വേണ്ടി ഭയങ്കര വിലയാണ്. അതുകൊണ്ട് സിറ്റിയിലോട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വിട്ടേക്കുക. നേരെ സിറ്റിയിൽ അത് ഇറങ്ങി ഇത് തന്നെ സിറ്റിയിൽ ഇറങ്ങിയ ഊബറിൽ നിന്ന് ഇറങ്ങിയ ഒരു വശം കേട്ടോ. പിന്നെ വെറുതെ ഒന്ന് ഒരു വീഡിയോസൊക്കെ എടുക്കുക. ഒരു അമ്മച്ചി എന്തോ ഞാനീ കരുതി എന്തോ കറിയപ്പലയും കണ്ടെന്ന്, പക്ഷെ വേറെന്തോ സംഭവമാണ്. ഫ്രണ്ട് നോക്കിയായിരുന്നു കേട്ടോ മേടിക്കാൻ. പിന്നെ മേടിച്ചില്ല. പിന്നെ പിന്നെ കുറേ ടോയ്സും സാധനങ്ങളും അങ്ങനത്തെയൊക്കെ തന്നെ. പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് താഴെ എടുക്കാത്തില്ല. കാര്യം ആളുകളൊക്കെ ഇങ്ങനെ നടന്നെടുക്കുന്ന മേളിൽ പിടിച്ച് ഒന്നാമത് ഹൈറ്റല്ലേ എന്നിട്ട് ഞാൻ മേളിൽ പൊക്കി പിടിച്ച് വീഡിയോ എടുക്കാം. അവരുടെ ഇടയിലാണെങ്കിൽ ഒരുത്തി എന്നിട്ട് പറഞ്ഞു ഇടയ്ക്ക് ഫോൺ കവർ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് എടുത്ത് ചാടി. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു വാ നമുക്ക് പോകാൻ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടി അപ്പുറം വഴിയുമ്പോൾ. പിന്നെ അവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് പെണ്ണിനെ കൊണ്ട് നേരെ ഞാൻ പോവുക സാധനം മറ്റേ ഫോൺ കവർ മേടിക്കാൻ. എന്നിട്ട് അവിടെ എത്തിയിട്ടുള്ള തർക്കമാണ്. കുറേ തർക്കിച്ചാണ് ഇനി സാധനം മേടിക്കുന്നത്. അവിടെ ചെന്ന് അവൾ പറഞ്ഞ് ഇതേപോലെ അനിയത്തിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തതോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. വർക്ക് ചെയ്ത സംഭവങ്ങളെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണ് കുറേ അരമണിക്കൂർ എടുപ്പിച്ച് സാധനങ്ങളൊക്കെ നോക്കി കവറിന് ഒന്ന് സെലക്ട് ചെയ്തൊരു ബ്ലാക്ക് കളറിൽ കുറേ ഇങ്ങനെ വർക്കൊക്കെ വെച്ച് കല്ലും ഒരു ബട്ടർഫ്ലൈ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ വെച്ച് വർക്ക് വെച്ചൊരു ഫോൺ മേടിച്ച് മേടിച്ചതാ പോയിട്ട് ആളെടുത്ത് പറഞ്ഞ് ആളെന്താ 300 അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് അവിടെ 250 ആക്കി എടുത്തത്. അല്ലെങ്കിൽ ഫോണിൻ്റെ ഒറിജിനൽ നല്ല കട്ടിയുണ്ട് കേട്ടോ. നല്ല കൊള്ളാം, ക്വാളിറ്റി ഉള്ളായിരുന്നു, കുഴപ്പമൊന്നും. കടയിൽ നിന്ന് മേടിച്ചാലും നല്ല റേറ്റ് വരില്ല, അതേ കണക്കൊക്കെ തന്നെ. പിന്നെ അതിന് ശേഷം ആൾ വീണ്ടും 100 കടയിൽ ചെന്നിട്ട് അവിടെ നോക്കി, അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ അതിന് ശേഷം ഏതൊരു റോസ് ഫ്രോക്ക് എന്തും ഫ്രോക്ക് നിരക്കി ആൾ വന്നത് ഇവിടെ എല്ലായിടം നോക്കി. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ സിറ്റിയിലൊക്കെ ചെന്ന റേറ്റ് എല്ലാത്തിനും കുറവായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ ഒരു ടോപ്പും അങ്ങനെയൊക്കെ പാനൊക്കെ എടുക്കുന്ന 50, 100, 150, 200 അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇതെങ്ങനെ ഞാൻ ഇവിടെ കൂടി ഇങ്ങനെ നോക്കി കുറേ നടന്നു. റോസ് ഫ്രോക്ക് അത് പറഞ്ഞു. പിന്നെ ഈ കാണുന്നതാ ഈ ഡ്രസ്സൊക്കെ ഈ വർക്കും മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്തില്ല ആ സംഭവമായത് അനിമേഷൻ. പിന്നെ അവൾ റോസ് ഫ്രോക്ക് നോക്കാൻ പോയി ലാസ്റ്റ് ഡ്രസ്സ് എടുത്ത ടോപ്പ് ഞാൻ എടുത്ത് ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് ഞാൻ എടുത്തത്. എത്രയാ 350 പറഞ്ഞത്. ലാസ്റ്റ് ഗതികേട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങ് എടുത്ത്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ക്വാളിറ്റി കൊള്ളാം, എല്ലാം കൊണ്ടും നോക്കിയപ്പോഴത്തേക്ക് വൃത്തിയുണ്ട്. പിന്നെ ആളിതാ റോസ് ഫ്രോക്കും തിരക്കി എന്നിട്ട് അവസാനം ലാസ്റ്റ് വൈറ്റ് കളർ ഡ്രസ്സാണ് എടുത്തത് കേട്ടോ. വൈറ്റിൽ റോസുള്ളാക്കാൻ ഇഷ്ടപ്പെട്ടു. ഉമ്മയടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു കൊള്ളാമെന്നൊക്കെ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞതാ ഒരു മാളിലോട്ട് കയറി. പിന്നെ അത് കഴിഞ്ഞതാ ഈ മാളിൻ്റെ ഫ്രണ്ടിലാണ്, ഇത് മാളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. മാളിൻ്റെ ഫ്രണ്ടിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇത് മാളിൽ കയറി സ്റ്റുഡിയോ കേട്ടോ. മാളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ ചെന്ന് അവിടെ നിന്ന് വീഡിയോസ് എടുക്കുന്നതാണ്. പക്ഷേ അവർ പറഞ്ഞിങ്ങനെ ഓവറായിട്ട് ചിലപ്പോൾ വീഡിയോ അടിച്ച് ചിലർക്കും ഇഷ്ടപ്പെടില്ല. അത് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിച്ച് പാർക്ക് ചെയ്ത് വീഡിയോ എടുത്തിട്ടില്ല. വലിയ ആളതാ കമ്മലിൻ്റെ ഐറ്റംസിലൊക്കെ എത്തി. നല്ല റേറ്റ് കാണും, കുറേയുള്ള പിന്നെ അത് കഴിഞ്ഞതാ നമ്മളല്ലേ അളന്ന് കൈവി കൊടുത്ത് നടന്നു പോവുക. നടന്ന് വീണ്ടും കടയിൽ എല്ലാ കടയിലും പഠിപ്പിച്ചൊന്ന് വീഡിയോ എടുക്കാൻ മൊത്തം കവറേത്. പിന്നെ ഇത് കഴിഞ്ഞതാ എവിടുന്ന് സെക്കൻഡ് ഫ്ലോറിൽ പോയപ്പോഴത്തേക്ക് KFCയുടെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് നോക്കിയിട്ടേ ഉള്ളൂ, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പോയി അതൊക്കെ ചെന്ന് വീഡിയോ എടുത്ത് ഒറ്റ സാധനം മേടിച്ചത്. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി ബസ് സ്റ്റാൻഡിലോട്ട് പോകും. ഓപ്പോസിറ്റ് കാണുന്ന ബസ് സ്റ്റാൻഡ് നേരെ ഹോസ്റ്റലിൽ പോകണേ. ഓടിച്ചത് 2 റോഡ് കയറി കഴിഞ്ഞ് ലാസ്റ്റ് ബസ്സാണ് കണ്ട ഈ സമയത്ത്. ഇത് ചെന്നില്ലെങ്കിൽ ഇനി ഹോസ്റ്റലിൽ നിന്ന് വളരെ വേഗത്തിലേക്ക് കയറുമ്പോഴുണ്ട് വേഗം ഓടിപ്പോവാം. പിന്നെ ബസ്സിൽ കയറി ചേച്ചിയുടെ ടിക്കറ്റൊക്കെ മേടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് അടുത്ത് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് പോകണ്ടേ. എന്നിട്ട് ഊബർ ബുക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് പോകാം. ശരി ഗൈസ്.